ഹലോ എവരി വൺ, വെൽക്കം ടു ലേൺ വിത്ത് അനാമിക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് സെം MCOMലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ ചാപ്റ്റർ 2 and 3 വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്കൻഡ് ചാപ്റ്ററാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ മെയിനായിട്ട് ചോദിച്ച് കാണാറുള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി ചോദിക്കാറുണ്ട്, പിന്നെ പോയിസൺ, ബൈനോമിയൽ, നോർമൽ, ഈ മൂന്നെണ്ണമാണ് അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. പോയിസോൻ്റെ പ്രോബ്ലം 3 മാർക്കിൻ്റെ പാർട്ട് ബിയിൽ ചോദിക്കാറുണ്ട്. 3 മാർക്കല്ല, 3 വെയിറ്റേജിന് പാർട്ട് ബിയിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ബൈനോമിയലിൻ്റെയും നോർമലിൻ്റെയും പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, പക്ഷേ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പോയിസോണിലാണ്. പിന്നെ ബൈനോമിയലിൻ്റെ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ചോദിക്കാറുണ്ട്. പിന്നെ ഈ മൂന്നെണ്ണത്തിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് എക്സേ ക്വസ്റ്റ്യൻ ആയിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ വെയിറ്റേജിനും തിയറി ക്വസ്റ്റ്യനായിട്ട് ഈ പ്രോപ്പർട്ടീസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത് നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. തേർഡ് ചാപ്റ്റർ ഇൻഫറൻഷ്യൽ അനാലിസിസ് ഫോർ മാനേജ്മെൻ്റ് ആണ്. ഇതിലാകെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ നോക്കേണ്ടതുള്ളൂ. എസ്റ്റിമേഷൻ എന്താണെന്നുള്ളത് അതൊരു തിയറി ആയിട്ട് ചോദിക്കാം. പിന്നെ പോയിൻ്റ് എസ്റ്റിമേഷൻ, ഇൻ്റർവെൽ എസ്റ്റിമേഷൻ, ഇതൊക്കെ എന്താണെന്നുള്ളത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്ററിലും തേർഡ് ചാപ്റ്ററിലും നമുക്ക് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.